നമസ്കാരം. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കിൽ വെട്ടിലായി LDF, പ്രചാരണ ആയുധമാക്കി UDF. MV ഗോവിന്ദന്റെ പ്രസ്താവന തള്ളി പിണറായി വിജയൻ. തിരിച്ചടിച്ചു BJP. പശ്ചിമേഷ്യ കലുഷിതമായി തുടരുന്നു. ചർച്ചയ്ക്ക് തയ്യാറില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാകുമോ ഇസ്രായേലിന്റെ ആക്രമണം? ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്ക, എന്നാൽ ഇപ്പോൾ യുദ്ധത്തിൽ പങ്കാളികളാകില്ലെന്ന സൂചനയുമായി ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഇസ്രായേൽ സംഘർഷമുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇറാനിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ എത്തിക്കുന്ന സിന്ധു ദൗത്യത്തിന് തുടക്കം. സമഗ്രമായ വാർത്തകളുമായി ടോപ്പ് 10 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി നിലമ്പൂർ. നാളത്തെ വോട്ടെടുപ്പിനായി 263 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജം. പോളിംഗ് രാവിലെ 7 മുതൽ. കനത്ത സുരക്ഷ. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. RSS സഹകരണ വിവാദത്തിൽ വെട്ടിലായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അടിയന്തരാവസ്ഥ കാലത്ത് യോജിച്ചത് ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായെന്ന് വിശദീകരണം. തിരുത്തി മുഖ്യമന്ത്രി. RSSുമായി ഒരു സഹകരണവും ഉണ്ടായിട്ടില്ലെന്ന് പിണറായി വിജയൻ. ഗോവിന്ദന്റേത് വേർപിരിഞ്ഞ പ്രണയിനിയുടെ പ്രണയാദ്ര അപേക്ഷയെന്ന് VD സതീഷ്. രാജ്ഭവൻ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കരുതെന്ന് മുഖ്യമന്ത്രി. ഓരോരുത്തരുടെയും താൽപര്യമനുസരിച്ച് പരിപാടി നടത്താനാകില്ല. RSS ചിഹ്നം എല്ലാവരും അംഗീകരിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. ഭാരതാംബ വിവാദത്തിൽ കൃഷിമന്ത്രി പറഞ്ഞത് സർക്കാർ നിലപാടെന്നും പിണറായി വിജയൻ. ഇറാനിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ എത്തിക്കുന്ന ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിന് തുടക്കം. ആദ്യ വിമാനം പുലർച്ചെ എത്തും. കീഴടങ്ങണമെന്ന അമേരിക്കയുടെ നിലപാട് തള്ളി ഇറാൻ. അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമുണ്ടാകുമെന്ന് ആയത്തുള്ള അലി ഖമൈനി. ഇറാന് ദുരുദ്ദേശമെന്ന് ട്രംപ്. പരാതി നൽകിയിട്ടും തൃശൂർ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് ദുരവസ്ഥയിൽ തന്നെ. മഴയത്ത് കുട ചൂടി നിൽക്കേണ്ട ഗതികേടിൽ യാത്രികർ. സ്റ്റാൻഡിനകത്ത് കുഴിയും വെള്ളക്കെട്ടും. പരിഹാരം വേണമെന്ന ആവശ്യവുമായി യാത്രക്കാർ. ടോപ്പ് 10 സ്പെഷ്യൽ. സ്വകാര്യ പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഉപയോഗം പമ്പിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രം. നടപടി സ്വകാര്യ പെട്രോൾ പമ്പ് ഉടമകളുടെ ഹർജിയിൽ. എതിർകക്ഷി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. മഴക്കെടുതിയിൽ 104 വീടുകൾ തകർന്നു. കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. IPLൽ നിന്നും കൊച്ചി ടസ്കേഴ്സിനെ പുറത്താക്കിയ BCCIക്ക് തിരിച്ചടി. നഷ്ടപരിഹാരമായി 538 കോടി രൂപ കൊച്ചി ടസ്കേഴ്സിന് നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി. ഫിഫ ക്ലബ് ലോകകപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി വൈഡാഡ് ACയെ നേരിടുന്നു. റയൽ മാഡ്രിഡ് അൽ ഹിലാലിനെയും നേരിടും. മത്സരം 12:30. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കണ്ണൂർ നഗരത്തിൽ ഇന്ന് കടിയേറ്റത് 13 പേർക്ക്. കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ പ്രതിഷേധം. ആലപ്പുഴ പുറക്കാട് കാൽനട യാത്രക്കാരനെ ആക്രമിച്ച തെരുവുനായ 15ഓളം നായ്ക്കളെ കടിച്ചു. കടിച്ച നായ ചത്തതോടെ പ്രദേശം ആശങ്കയിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. കളവ് പോകില്ല, കാവലായി ചക്കിയുണ്ട്. ആദ്യം നിലമ്പൂർ വാർത്തയിലേക്കാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെ രാവിലെ 7 മുതൽ പോളിംഗ് ആരംഭിക്കും. 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 23-നാണ് വോട്ടെണ്ണൽ. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നതാകും നിലമ്പൂരിലെ ജനവിധി. വികസനവും വിവാദങ്ങളും ചർച്ചയായ പ്രചരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ വിധി എഴുതും. 2,32,381 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. ഇതിൽ 1,18,760 പേർ സ്ത്രീകളാണ്.
59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 315 വോട്ടിംഗ് യന്ത്രങ്ങളും 341 VVPATകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും. വനത്തിനുള്ളിൽ ആദിവാസികൾ മാത്രം വോട്ടർമാരായുള്ള 3 ബൂത്തുകളും 11 പ്രശ്നബാധിത ബൂത്തുകളും ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകൾ ഉണ്ട്. ഇവിടെ വൻ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രസേനയ്ക്ക് പുറമെ 1200 പോലീസ് ഉദ്യോഗസ്ഥരാണ് പോളിംഗ് ദിനത്തിൽ സുരക്ഷയ്ക്കായി ഉള്ളത്. മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സുരക്ഷ ഉണ്ടാകും. 1301 ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. പുലർച്ചെ 5:30 മോക്ക് പോൾ ആരംഭിക്കും. തുടർന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും നിർണായകമാണ്. അതേസമയം PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കുന്നതായിരിക്കും ഉപതെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വോട്ടുറപ്പിക്കാനായുള്ള അവസാനവട്ട ഓട്ടത്തിലാണ്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ പരമാവധി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു ലക്ഷ്യം. വിവാദങ്ങൾ പലതും നിലമ്പൂരിൽ കൊടുമ്പിരി കൊള്ളുന്നുണ്ടെങ്കിലും വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാം. മുണ്ടേരി ഫാമിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നിശബ്ദ പ്രചാരണം ആരംഭിച്ചത്. ശേഷം അപ്പൻകാപ്പ് ഉന്നതി, അമ്പിട്ടാൻപൊട്ടി ഉന്നതി തുടങ്ങിയ ആദിവാസി മേഖലകളിലും കോടതിയിലുമെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തി. പരമാവധി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു വലിയ സൂചന നിലമ്പൂർ തീരുമാനിച്ചതുപോലെയാണ് തോന്നുന്നത്. എന്തായാലും ഒരു സംശയം വേണ്ട, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കാനാണ്. നിലമ്പൂർ ടൗണിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് നിശബ്ദ പ്രചാരണം തുടങ്ങിയത്. പ്രചാരണത്തിന്റെ തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ നിന്നും അകന്നുനിന്ന M സ്വരാജ് LDF പ്രചാരണത്തിൽ മുന്നോട്ട് വെച്ചത് ജനകീയ പ്രശ്നങ്ങളാണെന്ന് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രം ഏതെങ്കിലും മത നേതാക്കളെ പോയി കാണുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം ഏതെങ്കിലും ഒരു സാമുദായിക നേതാവിനെ പോയി കാണുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ തന്നെ വില കുറച്ച് കാണുന്ന പോലെയാണ്. ഇലക്ഷൻ വരുമ്പോൾ മാത്രം പോയി കാണുന്ന ഒരാൾ ഇപ്പോൾ നിരന്തരം കാണുകയോ സൗഹൃദം ഉണ്ടാവുകയോ ചെയ്യുന്നതിലൊന്നും ഒരു ദശകമില്ല. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും വലിയ പ്രതീക്ഷയിലാണ്. രാവിലെ 8 മണിയോടെ ചന്തക്കുന്നിലെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നുമാണ് നിശബ്ദ പ്രചാരണം ആരംഭിച്ചത്. തന്നെ ദുർബലനെന്ന് വിളിക്കുന്നവർക്ക് ഒരു നേതാവും വരുമ്പോൾ രാജകുമാരനായിരുന്നില്ലെന്നും തനിക്ക് യാതൊരു ദൗർബല്യവും താൻ കാണുന്നില്ലെന്നും അദ്ദേഹം മറുപടി നൽകി. എന്ത് ദൗർബല്യം, എനിക്ക് യാതൊരു ദൗർബല്യം ഞാൻ കാണുന്നില്ല. പിന്നെ ആളുകൾക്ക് എന്തും പറയാമല്ലോ, ജയിക്കാൻ വേണ്ടി പറയാമല്ലോ. ഈ നേതാവായി വന്നവരാരും രാജകുമാരന്മാരായിട്ട് ജനിച്ചിരുന്നല്ലോ. എനിക്കറിയാം ഈ നേതാക്കന്മാരെയൊക്കെ. ഞാൻ തിരുവനന്തപുരത്ത് ലോ അക്കാഡമി പഠിച്ച, എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സായിട്ട് പഠിച്ച ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാരല്ല. അവരാരും വന്നപ്പോൾ വലിയ ആൾക്കാരായിട്ട് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും പ്രചാരണത്തിനേക്കാൾ PV അൻവർ മുൻതൂക്കം നൽകുന്നത് ഇരു മുന്നണികളിലെയും നേതാക്കന്മാർക്ക് നേരെയുള്ള വിമർശനങ്ങൾക്ക് തന്നെയാണ്. മണ്ഡലം മുഴുവൻ പ്രചാരണത്തിനിറങ്ങിയില്ലേലും 75,000 വോട്ട് കിട്ടുമെന്ന ആത്മവിശ്വാസം അൻവറിനുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് മനുഷ്യത്വ വിരുദ്ധരായ, ജനവിരുദ്ധരായ 3 സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. ജനകീയ വിഷയങ്ങളെക്കാൾ അവിടെ ചർച്ചയായതും രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതാൻ നാളെ ബൂത്തിലെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. ഇന്ന് ഏറെ ചർച്ചയായ വാർത്തയിലേക്കാണ് ഇനി. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി ചേർന്നിട്ടുണ്ട് എന്ന് MV ഗോവിന്ദന്റെ പ്രസ്താവനയെ വോട്ടെടുപ്പിന്റെ തലേന്ന് രാഷ്ട്രീയ ആയുധമാക്കി UDF. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഓർമ്മപ്പെടുത്തൽ അത്ര നിഷ്കളങ്കമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. RSSുമായി CPMന് ഒരു കാലത്തും സഖ്യമുണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാകില്ലെന്നും വിശദീകരണവുമായി MV ഗോവിന്ദനും രംഗത്ത് വന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അർത്ഥഫാസിസത്തെ നേരിടാൻ RSSുമായി കൂട്ടുകൂടിയിരുന്നു എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയാണ് വിവാദമായത്. ചാനൽ അഭിമുഖത്തിൽ വന്ന പ്രസ്താവന നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ചൂടേറിയ രാഷ്ട്രീയ വാക്പോരിനാണ് തുടക്കമിട്ടത്. എന്നാൽ UDF ആകട്ടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ CPMനെതിരെ കൃത്യമായി രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കൂട്ടുകെട്ടിനെ കുറിച്ച് വോട്ടെടുപ്പിന്റെ തലേദിവസം പറഞ്ഞത് ബോധപൂർവമാണെന്നും ഈ ഓർമ്മപ്പെടുത്തൽ അത്ര നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും, ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. RSSുമായി CPMന് ഒരു കാലത്തും കൂട്ടുകെട്ടുണ്ടായിട്ടില്ല എന്നും ഇനി ഉണ്ടാകില്ല എന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി.
ആർ എസ് എസുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPM-നില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇനി നാളെയില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയില്ല. ഒരു കാര്യവും അതിൻ്റെ അകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോഴുമില്ല, അന്നുമില്ല, ഇനിയും ഉണ്ടാവില്ല. നിലമ്പൂരിൽ MV ഗോവിന്ദനിലൂടെ വീണ് കിട്ടിയ ആയുധം പ്രസ്താവന യുദ്ധത്തിലേക്ക് വഴിമാറി. RSSന്റെ വോട്ട് നിലമ്പൂരിൽ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദവുമായി CPM ലീഡർഷിപ്പ് അടുക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുമായി അവിടെ ഒരു കൂട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം അപകടം മുൻകൂട്ടി കണ്ട CPM സ്ഥാനാർത്ഥി M സ്വരാജ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ വ്യക്തത വരുത്തി. ജനതാ പാർട്ടിയുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി അല്ല, അല്ലെങ്കിൽ RSS അല്ല. RSSുമായി ഒരു തരത്തിലുമുള്ള നീക്കുപോക്കോ ബന്ധമോ ചരിത്രത്തിൽ എവിടെയും CPIM-നില്ല, ഇടതുപക്ഷത്തിനുമില്ല. എന്നാൽ 50 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്ന മറുപടിയാണ് CPI സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടിയന്തരാവസ്ഥക്കാലത്തെ RSS ബന്ധമെന്ന MV ഗോവിന്ദന്റെ പരാമർശം തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSുമായി CPM-ന് ഒരു കാലത്തും ബന്ധമില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ആരുടെയും തണലിൽ നിന്നുകൊണ്ടല്ല CPM അടിയന്തരാവസ്ഥക്കാലം നേരിട്ടതെന്നും മുഖ്യമന്ത്രി. RSS ശാഖയ്ക്ക് കാവൽ നിന്നതും ചിത്രം വണങ്ങിയതും ചൂണ്ടിക്കാട്ടി K സുധാകരനെയും VD സതീഷിനെയും മുഖ്യമന്ത്രി പരിഹസിക്കുകയും ചെയ്തു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിവാദ പ്രസ്താവനയിൽ ശക്തമായ പ്രതിരോധം തീർത്താണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. CPM-ന് RSSനോടുള്ള സമീപനം എല്ലാ കാലത്തും എന്താണ് എന്നതിൽ വ്യക്തത വരുത്താൻ തന്റെ പതിവ് വാർത്താ സമ്മേളനത്തിന്റെ മുക്കാൽ ഭാഗവും മുഖ്യമന്ത്രി വിനിയോഗിച്ചു. RSSുമായോ ജനസംഘുമായോ ഒരു കാലത്തും CPM സന്ധി ചേർന്നിട്ടില്ല എന്നും ഇനി ഉണ്ടാകില്ല എന്നും വിവാദത്തിൽ വ്യക്തത വരുത്തി. അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല. അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. ഇതാണ് CPIM-ന്റെ അവരുള്ള നിലപാട്. RSS എന്നല്ല, ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ ഐക്യപ്പെടില്ല. RSSുമായി CPM-നെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം വില പോകില്ല എന്ന് പ്രതിപക്ഷത്തിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ കോൺഗ്രസിന് RSS നേതാക്കളുമായി ഉണ്ടായിരുന്ന ബന്ധം പരാമർശിക്കുന്ന പുസ്തകങ്ങളും ലേഖനങ്ങളും ഉയർത്തിക്കാട്ടുകയും ചെയ്തു. RSS ശാഖയ്ക്ക് കാവൽ നിന്നതും നേതാക്കളുടെ ഫോട്ടോ വണങ്ങിയതും ഓർമ്മിപ്പിച്ച് K സുധാകരനെയും VD സതീഷിനെയും പരിഹസിക്കാനും മറന്നില്ല. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? അതേസമയം MV ഗോവിന്ദൻ അഭിമുഖത്തിൽ പരാമർശം നടത്തുമ്പോൾ ഏത് ചോദ്യത്തിനാണ് മറുപടി നൽകിയതെന്ന് കൃത്യമായി അറിയാതെ തനിക്കൊന്നും പറയാനാകില്ലെന്നും പാർട്ടി സെക്രട്ടറിയെ പ്രതിരോധിക്കുക കൂടി ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആര്യാടൻ ഷൗക്കത്ത് പിണറായിയുടെ ഒളിഞ്ഞ വക്താവാണെന്ന PV അൻവറിന്റെ പ്രതികരണത്തിന് മറുപടിയില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത്. വ്യക്തിപരമായുള്ള പ്രതികരണത്തിനില്ല. നിലമ്പൂരിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇല്ല, ഞാൻ അത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ഞാനിതുവരെ ഒന്നും അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം വ്യക്തിപരമായ പരാമർശങ്ങൾക്കൊന്നും ഞാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. നിലമ്പൂരിൽ ഇടതു വലതു മുന്നണികൾക്ക് ആശങ്കയെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ജമാഅത്തെ ഇസ്ലാമി PDP ബന്ധത്തിൽ കോൺഗ്രസ് CPM പാർട്ടികൾക്ക് ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റമില്ല, കോൺഗ്രസ് ആണ് മാറിയതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. തീവ്രവാദ സംഘടനകളുമായി CPM-ഉമായുള്ള അവിഹിത ബന്ധം മറച്ചുവെക്കാനാണ് VD സതീശൻ BJPക്ക് നേരെ പ്രണയബന്ധം ആരോപിക്കുന്നതെന്നും PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. ഇപ്പോൾ കോൺഗ്രസിന് തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം അത് കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ പ്രവർത്തകരെ, അനുഭാവികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ അനുയായികളെ, അനുഭാവികളെ, പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ഇതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി മറ്റൊരു തീവ്രവാദ സംഘടനയായിട്ടുള്ള PDPയുമായിട്ടുള്ള നിലമ്പൂരിലെ ബാന്ധവം, അതോടൊപ്പം തന്നെ ഇതേ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സഖ്യം, ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് അവിഹിത ബന്ധമുള്ളത്. പ്രണയത്തിന് തെറ്റൊന്നുമില്ല.
അവിഹിത ബന്ധം, അത് തീവ്രവാദ സംഘടനകളുമായ അവിഹിത ബന്ധം, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അവിഹിത ബന്ധം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധം. ഭാരതാംബ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. രാജ്ഭവനെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ശാഖയാക്കി മാറ്റാൻ അനുവദിക്കില്ല. ഭരണഘടന അംഗീകരിക്കുന്ന രീതിയിലല്ല ഭാരതാംബയുടെ ചിത്രീകരണമെന്നും ചിത്രത്തിലുള്ളത് RSSന്റെ കൊടിയാണെന്നും അത് എല്ലാവരും ബഹുമാനിക്കണമെന്ന് പറയുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS ഭരണഘടനയോട് അസഹിഷ്ണുത കാട്ടിയിട്ടുള്ള സംഘടനയെന്നും സ്വതന്ത്ര ഇന്ത്യയുടെ പതാക കാവി നിറത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നതായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ നിരന്തര വിമർശനത്തിനൊടുവിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. RSSന്റെ അജണ്ട നടപ്പാക്കാൻ രാജ്ഭവനെ അനുവദിക്കില്ലെന്നും ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണതെന്നും മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ നിലപാട് വ്യക്തമാക്കി. ഈ ഭാരതാംബയുടെ കയ്യിലെ കൊടി അത് RSSന്റെ കൊടിയാണെന്ന് പരസ്യമായി ഏകദേശം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും. അത്തരം ഒരു കൊടിയായിട്ടാണല്ലോ ഭാരതാംബയെ മുന്നോട്ടിറക്കിയത്. ഇപ്പോൾ RSSന്റെ ചിഹ്നങ്ങളെ RSSകാർ ബഹുമാനിക്കും. അത് ബഹുമാനിച്ചോട്ടെ, അത് ബഹുമാനിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. രാജ്ഭവനിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളും വസ്തുക്കളും പൊതുവെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതാകണമെന്നും രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയുടെ രൂപീകരണ സമയത്ത് ഭരണഘടനയോട് അസഹിഷ്ണുത കാട്ടിയ സംഘടനയാണ് RSS എന്നും മനുസ്മൃതി ഉയർത്തിക്കാട്ടിയിരുന്ന പ്രസ്ഥാനമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ആ ഭരണഘടന രൂപം കൊണ്ട അപ്പം തന്നെ RSS അതിനോട് വിയോജിച്ചു. ഭരണഘടനയെ എന്തുമായിട്ടാണ് അവർ താരതമ്യപ്പെടുത്തിയത്? ഇതല്ല ആവശ്യം, മനുസ്മൃതിയാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. അതേസമയം സർക്കാരിന്റെ നിലപാടാണ് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചതെന്നും അത് ഗവർണർക്ക് ബോധ്യപ്പെട്ടുവെന്നും ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരം ചിഹ്നങ്ങൾ വെക്കില്ലെന്ന് രാജ്ഭവനിൽ നിന്ന് അറിയിക്കുന്ന നിലയുണ്ടായി എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളിക്കളഞ്ഞ ഇറാൻ. പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂവെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കി. ഇസ്രായേലിനെ സഹായിക്കാനുള്ള സൈനിക ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ടായാൽ അമേരിക്കക്കാർക്ക് തിരിച്ചെടുക്കാനാകാത്ത ദോഷം വരുത്തിവെക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞു. ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകരുതെന്ന് അമേരിക്കയോട് റഷ്യ ആവശ്യപ്പെട്ടു. ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഇറാന് അമേരിക്ക അന്ത്യശാസനം നൽകിയത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ. ഇറാനെയും ഇറാൻ ജനതയെയും അതിന്റെ ചരിത്രത്തെയും അറിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ രാജ്യത്തിനു നേരെ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കില്ല. കാരണം ഇറാൻ എന്ന രാജ്യം ഒരിക്കലും കീഴടങ്ങില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള US-ന്റെ സൈനിക ഇടപെടലുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക മനസ്സിലാക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി വ്യക്തമാക്കുന്നു. വിവേകമുള്ളവർ ഇറാനോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാറില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തെ യുദ്ധം കൊണ്ടും ബോംബിനെ ബോംബ് കൊണ്ടും ഇറാൻ നേരിടുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വ്യോമാക്രമണം 6 ദിവസമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി റഷ്യ രംഗത്തെത്തി. ഇസ്രായേലിനുള്ള US സഹായം മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞ റഷ്യ ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകരുതെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ അതിരൂക്ഷ ആക്രമണ പ്രത്യാരോപണങ്ങളാണ് ഇറാനും ഇസ്രായേലും നടത്തുന്നത്. അത്യാധുനിക ഇസ്രായേലി ഡ്രോൺ ടെഹ്റാന് സമീപം ഇറാൻ വെടിവെച്ചിട്ടു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെല്ലവീവിലെ ആസ്ഥാനം മിസൈൽ ആക്രമണത്തിൽ തകർത്തെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിലെ സെൻട്രിഫ്യൂജുകളും യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന മെഷീനുകൾക്കും നാശനഷ്ടം സംഭവിച്ചു. പടിഞ്ഞാറൻ ഇറാനിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ സ്ഫോടനങ്ങളാണുണ്ടായത്. ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ അമീറിന് ഇറാൻ നിർണായക സന്ദേശവും കൈമാറിയിട്ടുണ്ട്. കത്ത് ലഭിച്ചെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. എന്നാൽ ഇറാന് ദുരുദ്ദേശമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാതെ ട്രംപ് ആക്രമിക്കാനും ആക്രമിക്കാതിരിക്കാനും സാധ്യതയെന്ന് ട്രംപിന്റെ മറുപടി. അടുത്തയാഴ്ച നിർണായകമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. വ്യോമ പ്രതിരോധം പൂർണ്ണമായും നശിച്ച ഇറാൻ നിസ്സഹായരെന്നും ട്രംപ് വ്യക്തമാക്കി.
ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിന് തുടക്കം. ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം പുലർച്ചെയോടെ രാജ്യത്തെത്തിയേക്കും. അർമേനിയയുടെ തലസ്ഥാനമായ യെരേവാനിൽ നിന്നുമാണ് വിമാനം പുറപ്പെടുന്നത്. 110 ഇന്ത്യക്കാരുമായാണ് ആദ്യ വിമാനം വരുന്നത്. ജമ്മു കശ്മീർ സ്വദേശികളാണ് ഇവരിൽ കൂടുതലും. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ടെഹ്റാനിൽ നിന്നും കോമിലേക്ക് 600 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വീണ്ടും തുടരാൻ തീരുമാനം. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത്. പ്രധാനമന്ത്രിയെ പ്രത്യേക ക്ഷണിതാവാക്കി G7 ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇരു രാജ്യങ്ങളും പുതിയ വ്യാപാര ബന്ധങ്ങളിലേക്ക് കടക്കാനും തീരുമാനമായി. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ധാരണയിലായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും നയതന്ത്ര സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത് ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. പരസ്പര ബഹുമാനം, പരമാധികാരത്തോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കും കാനഡ ഇന്ത്യ ബന്ധമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തെ തുടർന്ന് 2023 സെപ്റ്റംബറിലാണ് ആദ്യത്തെ നയതന്ത്ര തർക്കം ആരംഭിച്ചത്. ഇത് രാജ്യങ്ങൾക്കിടയിൽ ദീർഘകാല നയതന്ത്ര സംഘർഷത്തിന് കാരണമായി. ഇരു രാജ്യങ്ങളും പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നാരോപിച്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിരുന്നു. പിന്നാലെ തങ്ങളുടെ പൗരന്മാരെ ഇരു രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിന് വിലക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കാനഡ ഇന്ത്യയിലെ 3 കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടി. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന സഞ്ജയ് കുമാർ വർമ്മയെ മറ്റ് 5 നയതന്ത്രജ്ഞരെയും കാനഡ പുറത്താക്കിയിരുന്നു. തുടർന്ന് ഇന്ത്യയും 6 നയതന്ത്ര ജീവനക്കാരെ പുറത്താക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. തൃശൂർ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിനുള്ളിലും കുട ചൂടി നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രികർ. 4 പാടും ചേർന്നൊലിക്കുന്ന ബസ് സ്റ്റാൻഡിൽ മഴയത്ത് കയറി നിൽക്കാൻ പോലും കഴിയില്ല. സ്റ്റാൻഡിനകത്ത് മുഴുവൻ കുഴികൾ രൂപപ്പെട്ടതിനാൽ വെള്ളക്കെട്ടിലൂടെയല്ലാതെ യാത്രികർക്ക് ബസ്സിൽ കയറാൻ സാധിക്കില്ല. ബസ് സ്റ്റാൻഡിന്റെ ദയനീയാവസ്ഥ യാത്രികരെ ദുരിതത്തിലാക്കുന്നു. ദിവസവും നൂറുകണക്കിന് യാത്രികരെത്തുന്ന സ്ഥലമാണ് കാഞ്ഞാണി ബസ് സ്റ്റാൻഡ്. എന്നാൽ മഴയെത്തിയതോടെ യാത്രികർ ദുരിതത്തിലായി. ബസ് സ്റ്റാൻഡിന്റെ മധ്യഭാഗത്ത് മേൽക്കൂരയുടെ പാത്തി തകർന്ന വെള്ളം വീഴുന്നത് യാത്രികരുടെ മേലാണ്. കുട ചൂടാതെ സ്റ്റാൻഡിനകത്തും നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ബസ് സ്റ്റാൻഡിൽ കുഴികൾ രൂപപ്പെട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ഇവിടെയുള്ള വ്യാപാരികളും ദുരിതത്തിലായി. മാത്രമല്ല യാത്രികർക്ക് വെള്ളക്കെട്ടിലൂടെ മാത്രമേ ബസ്സിൽ കയറാനും സാധിക്കൂ. ചുരുക്കി പറഞ്ഞാൽ മഴ നനയാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് യാത്രികർ പറയുന്നത്. മഴ പെയ്തു കഴിഞ്ഞാലേ ചോർന്ന് ഒലിച്ചുകൊണ്ട് മനുഷ്യന്മാർക്ക് കോളേജ് കൂടിയിട്ട് കാണാൻ ഈ ബസ് സ്റ്റാൻഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനില്ല. അപ്പോൾ പാത്തിയൊക്കെ പൊളിഞ്ഞ് എടുക്കുകയാണ്. അപ്പം അത് ശ്രദ്ധിക്കാതെ ഇവിടെ പല ഉദ്യോഗസ്ഥരും വന്ന് പോകുന്നതാ. പഞ്ചായത്തിൽ തന്നെ വന്നു പോകുന്നുണ്ട്, എല്ലാവരും വന്നു പോകുന്നുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല, അതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ ചെയ്യുന്നില്ല. അതേ ഫിറ്റിംഗ് കഴിഞ്ഞ് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷം കൊണ്ട് തന്നെ അത് നല്ലോണം ചോർച്ച വന്നത്. അപ്പോൾ ക്വാളിറ്റിയുടെ മോശമാണ്, വളരെ മോശമായിട്ടുള്ള ക്വാളിറ്റിയാണ് ഇട്ടിരുന്നത്. ബസ് സ്റ്റാൻഡിന്റെയും സമീപത്തുള്ള പഞ്ചായത്ത് കെട്ടിടങ്ങളുടെയും നവീകരണത്തിനായി എസ്റ്റിമേറ്റ് എടുത്തിരുന്നെങ്കിലും പാത്തി തകർന്ന വെള്ളം വീഴുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. പുതിയ ടെൻഡർ വെച്ച ഏതാനും മാസങ്ങൾക്കകം വെള്ളച്ചോർച്ചയും തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡിനുള്ളിലെ റോഡും ശരിയാക്കാൻ പദ്ധതിയുണ്ടെന്നാണ് പഞ്ചായത്തിന്റെ വാദം. 4.5 ലക്ഷം രൂപയാണ് ബസ് സ്റ്റാൻഡിലെ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി മണലൂർ പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുള്ളത്. എന്നാൽ മഴ കനത്തതോടെ ദുരിതമനുഭവിക്കുന്നത് യാത്രികരാണ്. അമൃത ന്യൂസ്, തൃശൂർ. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കാഞ്ഞാണി സ്റ്റാൻഡിലെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എത്രയും പെട്ടെന്ന് സ്റ്റാൻഡും റോഡും പുനർനിർമ്മിച്ച് യാത്രക്കാർക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്രതികരണങ്ങൾ നോക്കാം. കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള കുഴി എന്ത് ചെയ്തിട്ടു എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര കുഴിയും കാര്യങ്ങളാണ്. യാത്രക്കാർക്കായാലും നമുക്കായാലും വണ്ടികൾക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. ഇത് വളരെയധികം പരിതാപകരമാണ്. കുറെ നാളെ ഇതിന്റെ ആരും പ്രതികരിക്കുന്നില്ല. സ്റ്റാൻഡൊക്കെ പണിതിട്ട് എന്താ കാര്യമാവും? എല്ലാം ചോർച്ച തന്നെയാ. ഇന്നലെ ഈ വണ്ടിയുടെ മെയിൻ ആക്സിലൊക്കെ പൊട്ടി. എന്താ ചെയ്യവിടെ ബ്ലോക്കൊക്കെ ആയിട്ട് വെള്ളം വന്ന് പാത്തിട്ട് വെള്ളം മുഴുവൻ ഇതിന്റെ ഉള്ളിലെ വീണ് അവിടെ ആള് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ആളെ തലയില് പൊങ്ങി പിടിക്കും. അതേപോലെ തന്നെയാണ് തന്നെയാണ് അതിന്റെ ഉള്ളിൽ മുഴുവൻ കംപ്ലീറ്റ് കാണുമ്പോൾ മോശം തന്നെയാണ്. ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഈ ഭരണസമിതി ചെയ്തില്ല എന്നുള്ളതാണ്. ഈ ഭരണസമിതിയുടെ കാലത്ത്
ഈ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ദ്രോഹമാണ് ജനങ്ങളോട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകും. ഹരീഷ്, ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടു. ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ നോക്കിക്കാണാം, പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഹരീഷ്, ഈ മഴക്കാലത്ത് തൃശ്ശൂർ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രികർ നനയാതെ തിരിച്ചു പോകില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റാൻഡിനുള്ളിൽ കയറിയാൽ പോലും കുട ചൂടി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം സ്റ്റാൻഡിൻ്റെ മുകളിലെ ഷീറ്റെല്ലാം പൊളിഞ്ഞ് അതിലൂടെ വെള്ളം ചോരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് നേരെ യാത്രക്കാരുടെ തലയിലേക്ക് തന്നെയാണ് ആ ഒരു മഴവെള്ളം ചോരുന്നതും. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിൽക്കുമ്പോൾ പോലും കുട ചൂടി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് യാത്രികർ. അതുമാത്രമല്ല, ബസ് സ്റ്റാൻഡ് നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്, വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ വെള്ളക്കെട്ടിലൂടെ അല്ലാതെ ബസ്സിലേക്ക് കയറാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു യാത്രക്കാർ എന്നുള്ളതാണ്. വലിയ ദുരിതം തന്നെയാണ് ഈ ഒരു സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ ഈ ഒരു മഴക്കാലത്ത് അനുഭവിക്കുന്നത്. പഞ്ചായത്തുമായി പലതവണ ഈ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അതിൽ വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. മാത്രമല്ല, പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ട്. ഈ റോഡ് നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും പഞ്ചായത്ത് പറയുന്നത് ഇത്തരത്തിൽ ഷീറ്റ് ഇളകി ഈ ഒരു വെള്ളം ചോരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു മുടന്ത ന്യായമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആരോപണവും ഉണ്ട്. എന്തായാലും ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു സ്റ്റാൻഡിലെത്തുന്ന ആളുകൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ആ സ്റ്റാൻഡ് നവീകരിച്ച് യാത്രക്കാരുടെ യാത്ര തടസ്സമില്ലാത്ത രീതിയിൽ ആക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. അതുതന്നെയാണ് ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. സംസ്ഥാനത്തെ പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതുജനങ്ങൾക്കുള്ളതല്ലെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൗചാലയമാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. പെട്രോൾ പമ്പ് ഉടമകളുടെ ഹർജിയിലാണ് സർക്കാർ ഉത്തരവ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം സ്വച്ഛ് ഭാരത് മിഷന്റെ കീഴിൽ പൊതു ശുചിമുറികൾ പാതയോരങ്ങളിൽ നിർമ്മിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റ് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വകാര്യ പമ്പുടമകൾ ഉപഭോക്താക്കൾക്ക് വേണ്ടി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ശുചിമുറികൾ പൊതു ശൗചാലയമായി മാറ്റുവാൻ സർക്കാരിന് ശുപാർശ നൽകി. പെട്രോൾ പമ്പുകളിലെ വ്യവസായത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ പൊതുജനങ്ങൾ ഇത് ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പമ്പുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ദേശീയ പാതയോരത്ത് സർക്കാർ നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി സൂക്ഷിക്കുന്ന ശുചിമുറികളുണ്ട്. സർക്കാർ ചെയ്യേണ്ട ബാധ്യതയിൽ നിന്നും ഒഴിവാകുവാൻ വേണ്ടിയാണ് സ്വകാര്യ പമ്പുടമകളുടെ ശുചിമുറികൾ പൊതു ശൗചാലയമാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഹർജിക്കാരുടെ വാദം. ഇത് പരിഗണിച്ചാണ് ഹൈക്കോടതി സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തത്. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിൽ 4 ദിവസം കൂടി മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ 26 ക്യാമ്പുകളിലായി 451 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 104 വീടുകൾ പൂർണ്ണമായും 3772 വീടുകൾ ഭാഗികമായി തകർന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. 5 ദിവസത്തേക്കാണ് സംസ്ഥാനത്ത് കാലാവസ്ഥാ വകുപ്പ് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 40 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തെക്കൻ ഗുജറാത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി രൂപപ്പെട്ടിരിക്കുന്ന മറ്റൊരു ന്യൂനമർദ്ദവും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയായി കേരളത്തിൽ പെയ്തിറങ്ങും. മുൻകരുതലിന്റെ ഭാഗമായി 26 ക്യാമ്പുകളിലായി 451 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതുവരെയുണ്ടായ മഴക്കെടുതിയിൽ 140 വീടുകൾ പൂർണ്ണമായും 3772 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പരമാവധി 40-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മുൻകരുതലിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിൽ 26 ക്യാമ്പുകളിലായി 451 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കായിക വാർത്തകൾ നോക്കാം. IPL-ൽ നിന്നും കൊച്ചി ടസ്കേഴ്സിനെ പുറത്താക്കിയ BCCIക്ക് തിരിച്ചടി. നഷ്ടപരിഹാരമായി 538 കോടി രൂപ കൊച്ചി ടസ്കേഴ്സിന് നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി വിധിച്ചു. ആർബിട്രേഷൻ ഫോറത്തിന്റെ ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി BCCIയുടെ ഹർജി തള്ളുകയും ചെയ്തു. ആർബിട്രേഷൻ ഫോറത്തിന്റെ വിധിക്കെതിരെ കോടതിക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2011-ലെ IPL സീസണിൽ കൊച്ചി ടസ്കേഴ്സ് പങ്കെടുത്തിരുന്നു. എന്നാൽ അതേ വർഷം സെപ്റ്റംബറിൽ ബാങ്ക് ഗ്യാരണ്ടിയുടെ 10% BCCIക്ക് നൽകിയില്ലെന്ന കാരണത്താലാണ് കൊച്ചി ടസ്കേഴ്സിനെ IPL-ൽ നിന്നും പുറത്താക്കിയത്. ഫിഫ ക്ലബ് ലോകകപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി വൈഡാഡ് SCക്കെതിരെ 2-0 മുൻപിൽ ഫിൽ ഫോഡൻ, ജെർമി ഡോക്കു എന്നിവരാണ് ഗോൾ നേടിയത്. 12:30 മത്സരത്തിൽ റയൽ മാഡ്രിഡ് അൽ ഹിലാലിനെയും നേരിടും. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് ഒളവണ്ണയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3.5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. ഒളവണ്ണ ചെറോട്ടുകുന്ന് ബിജുല ഷാജി ദമ്പതികളുടെ മകൻ സഞ്ജൽ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 5:45 സംഭവം. കഴുത്തിലും ചെവിയിലും പരിക്കേറ്റ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കണ്ണൂർ നഗരത്തിൽ 13 പേർക്ക് നായയുടെ കടിയേറ്റു. ഇന്നലെ 56 പേരെ തെരുവുനായ കടിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ നായ്ക്കളെ പിടികൂടും. കാൽനട യാത്രക്കാരനെ കടിച്ച തെരുവുനായ മറ്റു 15ഓളം നായ്ക്കളെ കടിച്ചു. കടിച്ച നായ ചത്തതോടെ നാട് ആശങ്കയിലാണ്. ആലപ്പുഴ പുറക്കാട് കിഴക്ക് തൈച്ചിറയിലാണ് സംഭവം. ഗോപി എന്നയാൾക്കാണ് നായയുടെ കടിയേറ്റത്. സമീപത്തുള്ള ഒരു വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ ഇദ്ദേഹത്തെ റോഡിൽ വെച്ചാണ് തെരുവുനായ ആക്രമിച്ചത്. ഇതിനുശേഷം ഈ നായ സമീപത്തെ പുരയിടത്തിലുണ്ടായിരുന്ന 15ഓളം നായ്ക്കളെയും കടിച്ചതായി നാട്ടുകാർ പറയുന്നു. പിന്നീട് 2 മണിക്കൂറിന് ശേഷം ഈ നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ നായയുടെ കടിയേറ്റ മറ്റ് തെരുവുനായ്ക്കൾ അവശനിലയിലാണ്. ഈ നായ്ക്കൾക്കും പേവിഷബാധ ഏറ്റതായാണ് സംശയം. ഇതോടെയാണ് നാട്ടുകാർ ആശങ്കയിലായത്. ദിവസവും 100 കണക്കിന് പേർ സഞ്ചരിക്കുന്ന റോഡിനരികിലാണ് ഈ തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത്. ഇവയെ പഞ്ചായത്ത് ഇടപെട്ട് അടിയന്തരമായി കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നായയുടെ കടിയേറ്റ ഗോപിയെ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4 വരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. അരക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ച് നടപ്പിലാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പദ്ധതി പൂർത്തീകരിക്കണമെന്ന് കർശന ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയത്. ആനക്കാംപൊയിൽ കള്ളാടി നിർദ്ദിഷ്ട തുരങ്കപാതയ്ക്ക് 2134 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പാരിസ്ഥിതിക അനുമതി ലഭിച്ചെങ്കിലും പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാരിന് മുമ്പിൽ വെല്ലുവിളികളേറെയാണ്. ഒന്നാമതായി കേന്ദ്ര സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയ ചെലവിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പല കാര്യങ്ങളിലും വിലങ്ങുതടിയാവും. പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ വിശദമായ പഠനത്തിന് ശേഷമേ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലെ തുരങ്കപാത നിർമ്മിക്കാവൂവെന്ന് കർശന ഉപാധികളോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നൽകിയത്. മെയ് 14-15 തീയതികളിൽ ചേർന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിൽ നമുക്ക് അന്തിമാനുമതി നൽകുന്നതിനുള്ള ശുപാർശകൾ നേരത്തെ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അന്തിമമായ ഉത്തരവ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് EC നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. മുത്തപ്പൻപുഴ മുതൽ കള്ളാടി പാലം വരെ മല തുരന്നാണ് തുരങ്കപാത നിർമ്മിക്കേണ്ടത്. ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല ചൂരൽമല പ്രദേശത്തിനടുത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മലവാരം. അതുകൊണ്ട് തന്നെ മഴക്കാടുകളായ അർദ്ധനിത്യഹരിത വനങ്ങളെയും പാറക്കെട്ടുകളെയും ഒന്നും തകർക്കാതെയാവണം നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതെന്ന വെല്ലുവിളിയും സംസ്ഥാന സർക്കാരിന് മുമ്പിലുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആറന്മുള പദ്ധതിയിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി. ഏത് ഫയലുകൾ വന്നാലും അത് പരിശോധിച്ച ശേഷം വ്യക്തമായ നടപടി സ്വീകരിക്കും. ഒരു പദ്ധതിക്കും താൻ എതിരല്ലെന്നും പദ്ധതിയെക്കുറിച്ച് പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അല്ല, ഈ ഫയലുകൾ നീങ്ങുന്നതെല്ലാം എൻ്റെ അറിവോടുകൂടിയാകണമെന്നില്ലല്ലോ. ഏത് ഫയലും അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ, പരിശോധിച്ച് എന്താണ് യുക്തമെന്ന് വെച്ചാൽ ആ തീരുമാനം നമുക്കെടുക്കാം. അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത്. ഏത് പദ്ധതിക്കും ഞാൻ എതിരല്ല. ആ പദ്ധതിയുടെ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ. ആ പരിശോധന